എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, ഇന്ന് നമ്മുടെ കൂടെ അനീഷേട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ അനീഷേട്ടൻ്റെ താറിനും അതുപോലെ എൻ്റെ താറിനും കുറച്ച് പരിപാടികൾ, ആക്സസറീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂർ പ്രാഡിലാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യത്തെ വീഡിയോ ആയിരിക്കും, പ്രാഡിനെ കാണിച്ചുകൊണ്ടുള്ള ആദ്യത്തെ വീഡിയോ. ഞാൻ ഫിറ്റിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ പ്രാഡിൻ്റെ യൂണിറ്റ് ഞാൻ നിങ്ങളിന്ന് കാണിച്ചുതരാം. പ്രാഡിന് ബാംഗ്ലൂർ പീനിയ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് അവരുടെ യൂണിറ്റ് വരുന്നത്. അവരുടെ കംപ്ലീറ്റ് ലേസർ കട്ടിങ് മെഷീൻസും ബെൻഡിങ് മെഷീൻസും എല്ലാം ഉള്ള യൂണിറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പക്ഷേ 10:30 സമയം. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അനീഷേട്ടൻ്റെ വണ്ടിക്ക് നമ്മൾ അണ്ടർ ബോഡി ഗാർഡും അതുപോലെ ഡെഫ് ഗാർഡും സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടെ യൂസ്ഫുൾ ആയി കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റാക്കണം. പിന്നെ നമ്മുടെ 2018 താറിന് നമ്മൾ ഫ്രണ്ട് ബമ്പർ, നമ്മുടെ സ്റ്റോക്ക് ബമ്പർ നമ്മൾ മാറ്റിയിട്ട് അത് XPD ബമ്പർ ചെയ്യാൻ വേണ്ടി പോക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊന്ന് അകത്തേക്ക് പോയിട്ട് പ്രാഡിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതുപോലെ നമ്മുടെ ലേസർ കട്ടിങ് മെഷീൻ എങ്ങനെയാണ് അവർ നമ്മുടെ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാഡിൻ്റെ യൂണിറ്റ് കേട്ടോ. ഇതിപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീനിയ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന വഴിയാണ്. പിന്നെ ഇതാണ് അവരുടെ യൂണിറ്റ് വരുന്നത്. നമ്മുടെ വിൻ 4x4 ഒക്കെ കണ്ടപ്പോൾ അതേപോലത്തെ യൂണിറ്റാണ് പിന്നെ പ്രാഡിനും വരുന്നത്. അപ്പോൾ അനീഷേട്ടൻ്റെ വണ്ടി അകത്തേക്ക് ഇട്ടു. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയാണ് ഇപ്പോൾ അകത്തേക്ക് കയറാനുള്ളത്. അപ്പോൾ ഇത് രണ്ടും അകത്തേക്ക് കയറ്റിയിട്ട് നമുക്ക് നമ്മുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാൻ യൂണിറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഇവരുടെ യൂണിറ്റ് കേട്ടോ. അത്യാവശ്യം കുറേ വണ്ടികൾ നമുക്ക് എടുത്തിടാൻ പറ്റുന്നുള്ള പിന്നെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഈ ഒരു വണ്ടി നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ കയറ്റിയിട്ടതാണ്. ഇതൊരു ഫുള്ളി മോഡിഫൈ ചെയ്ത് എനിക്കൊന്ന് ട്രാക്കിലേക്കൊക്കെ ഇറക്കുന്നൊരു വണ്ടിയാന്ന് തോന്നുന്നു. ഇത് പ്രോപ്പർ ട്രാക്കിലേക്ക് ഇറക്കുന്ന വണ്ടി തന്നെയാണ്. ഇതൊക്കെ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്ത് വെച്ച വണ്ടികളാണ്. പിന്നെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ യൂണിറ്റാണ്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം പ്രാഡിൽ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ അനീഷേട്ടൻ്റെ വണ്ടി ഓൾറെഡി കയറ്റി അണ്ടർ ബോഡി ഗാർഡിന് നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് ഇവരുടെ ലേസർ കട്ടിങ് മെഷീൻ കേട്ടോ. നമ്മളൊക്കെ കാണുന്ന പ്രാഡിൻ്റെ പല മെറ്റീരിയൽസും ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ലേസർ കട്ടിങ്ങിൻ്റെ മെഷീൻ ഇപ്പോൾ ഓൾറെഡി ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇതെന്താണെന്ന് അറിയില്ല. ഇത് കണ്ടിട്ട് അണ്ടർ ബോഡി ഗാർഡിൻ്റെ നമ്മുടെ ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റിൻ്റെ വശം മറ്റാന്ന് തോന്നുന്നു. കാരണം ആ ഒരു ക്രോസ് ആയിട്ടുള്ള കട്ടിങ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റിന് വരുന്നതായിട്ടാണ് തോന്നുന്നത്. എനിക്ക് അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. പിന്നെ അതുപോലെ ഇതാണ് നമ്മുടെ ബെൻഡിങ് മെഷീൻ കേട്ടോ. നമ്മൾ സ്വസ്തിക് പാപ്സിൽ കയറിയപ്പോൾ അവിടെ കാണിച്ചു തന്നു. അപ്പോൾ അവിടെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു ബെൻഡിങ് മെഷീനാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇവിടെ ലേസർ കട്ട് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ പീസുകൾ ബെൻഡ് ചെയ്ത് നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ സ്കിഡ് പ്ലേറ്റ്, ലോ ഫോർഡ് ബമ്പേഴ്സ്, അണ്ടർ ബോഡി ഗാർഡ്, ഇതൊക്കെ ഇവിടുന്നാണ് അവർ സെറ്റ് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ വേറെയും കുറേ മെഷീൻസൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, ഇതൊക്കെ കുറേ മെഷീനറീസ് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഇനി ചോദിച്ച് മനസ്സിലാക്കണം എന്തൊക്കെയാണെന്നുള്ളത്. വലിയൊരു യൂണിറ്റാണ്. ഇങ്ങനത്തെ വേറെ യൂണിറ്റുകൾ ബാംഗ്ലൂർ ഉണ്ട് പ്രാഡിന്, പക്ഷേ ഇതാണ് അവരുടെ മെയിൻ യൂണിറ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രാഡിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതുപോലെ ഞാൻ ജസ്റ്റ് മുമ്പിലോട്ടൊന്ന് പോയി നോക്കട്ടെ എന്തൊക്കെയാണ് ഉള്ളത്. ഇവിടെ ഒരു യോധ കിടപ്പുണ്ട്. ഇതൊക്കെ ഉണ്ടോ, കുറേ സാധനങ്ങൾ ഓൾറെഡി ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ടയർ കാരിയറും കാര്യങ്ങളൊക്കെ വരുന്നതാകുമ്പോൾ ടാൻഡം കാരിയറിൻ്റെ. പിന്നെ വേറെന്താണുള്ളത്, ഇതൊക്കെ നമ്മുടെ 3 ഡോർ കാറിൻ്റെ ബാക്ക് ബമ്പറാണ് തോന്നുന്നത് കേട്ടോ. കാരണം കണ്ടിട്ടൊക്കെയാണ് തോന്നുന്നത് നമ്മുടെ ബാക്കിലത്തെ ലൈറ്റൊക്കെ വരുന്ന ഭാഗം. കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് വേറെ ഇവരുടെ യൂണിറ്റിൽ നിന്നോ മറ്റോ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ലോഡ് ചെയ്ത് വെച്ചതോ മറ്റാന്ന് തോന്നുന്നു. കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഗാർഡാണ്. ഇതൊക്കെ നല്ല ഗേജുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ഇത് നമ്മുടെ താറ് പോലത്തെ വേറൊരു താറ് കൊണ്ടിട്ടിട്ടുണ്ട്. എന്തോ വർക്കിന് വേണ്ടിയിട്ടാണ്. ഈ സെയിം ബമ്പറാണ് നമ്മുടെ വണ്ടിക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. XPD ബമ്പർ. ഫ്രണ്ടിലത്തെ ആ ഒരു ആംഗ്രി ബേർഡ് ഗ്രില്ല് മാറ്റി കഴിഞ്ഞാൽ ഏകദേശം സെയിം സാധനം, ഇതേ ഫ്ലാറ്റ് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഈ സെയിം ബമ്പറാണ് നമ്മുടെ വണ്ടിക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര ഒച്ചയാണ് ഇവിടെ. കട്ടിങ്ങും ഗ്രൈൻഡിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബെൻഡ് ചെയ്ത് അതുപോലെ ലേസർ കട്ടിലൊക്കെ ചെയ്ത സാധനങ്ങൾ ഫൈനലായിട്ട് അതിൻ്റെ വെൽഡിങ്, അതായത് മിഗ് വെൽഡിംഗ് ആണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിഗ് വെൽഡിംഗ് ആണ്. അപ്പോൾ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ചെറിയ വർക്കുകളാണ്. അപ്പോൾ അതൊക്കെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് അവസാനം നമ്മുടെ വണ്ടിയിൽ കാണുന്ന ബമ്പറായിട്ടും അതുപോലെ തന്നെ ഗാർഡായിട്ടും ഒക്കെ മാർക്കറ്റിലേക്ക് വരും. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ 3 ഡോർ കാറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതായത് കണ്ടത് ഹൈലക്സിൻ്റെ അല്ലെങ്കിൽ എനിക്കൊന്ന് V-Crossൻ്റെയോ ഹൈലക്സിൻ്റെയോ മറ്റേ ബമ്പറാണ് തോന്നുന്നത് കണ്ടിട്ട്. ഫുൾ കംപ്ലീറ്റ്ലി മെറ്റൽ ബമ്പർ. റിയർ ടാൻഡം കാരിയറിൻ്റെ ഓരോ പോർഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് ഇതെല്ലാം കംപ്ലീറ്റ്ലി മിഗ് വെൽഡൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്.
ഇവിടെ ഫ്രണ്ട് ബമ്പറൊക്കെ അഴിച്ച് ഫുള്ളായിട്ട്. അഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോലാവുള്ളൂ. നോക്കിയാട്ടെ, ബമ്പറിൽ അഴിച്ച് സെറ്റാക്കി. എനിക്ക് നമ്മുടെ സ്റ്റോക്ക് ബമ്പറിനകത്ത് നമ്മുടെ ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ അത് അഴിച്ചിട്ട് ഇപ്പോൾ ഉള്ള ബമ്പറിലേക്ക് സെറ്റ് ചെയ്യണം ഫ്രണ്ട് ക്യാമറ. ഇങ്ങനെ കാണാനും ഭംഗിയല്ലേ, ഒരു ഓഫ് റോഡൊക്കെ പോകാൻ ഇങ്ങനെ നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇവരോട് ചോദിച്ചപ്പം നമ്മുടെ ഈ ഒരു കാണുന്നൊരു പോർഷൻ അവർ പെയിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് റസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് റസ്റ്റ് പ്രൂഫ് പെയിൻറ്റ് അടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഹെൽപ്പായി. അപ്പോൾ അതുപോലെ തന്നെ പുള്ളി ഇപ്പോൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓൾറെഡി ഉണ്ടായിരുന്ന ബമ്പറിൻ്റെ ആ ക്ലാമ്പ് അഴിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിൽ അഴിച്ചു, ഈ സൈഡിൽ കംപ്ലീറ്റ് അഴിച്ചു. ഇനിയിപ്പം ആ സൈഡിൽ അഴിച്ചതിന് ശേഷം നമ്മുടെ XPD ബമ്പർ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യണം. ഇതും കളിട്ട് പറയാ. ഓ, ആ ത്രെഡിങ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ആ, അവർ ത്രെഡ് ആക്കുകയാണ്. ഓക്കെ 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 ഓക്കെ. എന്താ അല്ലേ, ത്രെഡിങ് ഉണ്ടാക്കുകയാണ്. ത്രെഡ് ചെയ്യുന്ന ആ ഒരു ടൂളാണ് കയ്യിലുള്ളത്. നല്ല സ്പീഡാട്ടോ നമ്മുടെ ബമ്പറിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഇപ്പം നമ്മുടെ അനിഷേട്ടൻ്റെ വണ്ടി റാമ്പിലേക്ക് കയറ്റാണ്. ഇഷ്ടംപോലെ പണിക്കാരുണ്ട് ഇവിടെ. പക്ഷേ ഒരേ സമയത്ത് 2-3 വണ്ടികളൊക്കെ പണിയെടുക്കണമെങ്കിലും ടെൻഷനില്ല. അപ്പോൾ ഇതിപ്പോൾ റാമ്പിലേക്ക് കയറ്റിയതിന് ശേഷം ഇതിൻ്റെ അണ്ടർ ബോഡി ഗാർഡ് ആയതുകൊണ്ട് നമുക്ക് റാമ്പിൽ കയറ്റിയേ പറ്റും. ഇത് അടി കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് വരുന്ന സ്കിറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ മാറും. അവിടെ ഇപ്പം നമ്മുടെ ബ്ലാക്ക് കളറ് അണ്ടർ ബോഡി ഗാർഡ് കയറും വണ്ടിയിൽ. അതുപോലെ തന്നെ നമുക്ക് ഓഫ് റോഡിങ് ചെയ്യുമ്പോൾ നല്ല പ്രൊട്ടക്ഷൻ കിട്ടും വണ്ടിക്ക്. വണ്ടിക്ക് ഫ്രണ്ട് ബമ്പർ നോക്കാമല്ലോ വെച്ചിട്ടൊന്ന് വന്നു നോക്കുമ്പം ഇത് ഇവരുടെ കയ്യിലുള്ള 2 മോഡലുകളിൽ ഒരു മോഡലാണ്. ഇതിൽ അഡാസ് സെൻസറൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ഇത് 501 എന്ന് പറയുന്നൊരു സീരീസിൽപ്പെട്ട ബമ്പറാണ്. കൊള്ളാം. ഇതിൻ്റെ മേലെയൊക്കെ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു ലുക്ക് ഉണ്ട് കാണാൻ. ഇതിന് ഇനി 502 വരുന്നുണ്ട്. 502 സെയിം. ഇത് റാപ്റ്റർ ബമ്പറാ. ഓക്കെ ഓക്കെ. ഇത് റാപ്റ്റർ സീരീസിൽ വരുന്ന ബമ്പറാണ് ബ്രാൻഡിൻ്റെ. ഇതിൻ്റെ 502 എന്ന് പറഞ്ഞൊരു വേർഷൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് അഡാസ് സെൻസർ കാര്യങ്ങളെല്ലാം സപ്പോർട്ടഡ് ആയിട്ട് വരും. ദിസ് വൺ ഫോഗ് ലാമ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. This one too. Okay. Only one. But you will have two. Your choice. 2 ഫോഗ് ലാമ്പ് വെക്കാനുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് അവർ സെറ്റ് ചെയ്ത് ഇതിനകത്ത് 2 ഫോഗ് ലാമ്പ് വേണം സെറ്റ് ചെയ്താൽ. ആ 2 വെക്കാനുള്ള സംവിധാനം തരും. ഇതുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഷേപ്പായിട്ട് ബമ്പറിലേക്ക് ഒട്ടി നിൽക്കും. ഇപ്പോൾ ഉള്ള ബമ്പർ പോലെ തന്നെ. ഇപ്പോൾ നമ്മുടെ ഓഫ് റോഡ് നമ്മുടെ പിന്നെ പഴയ വണ്ടിക്ക് വരുന്ന ബമ്പർ പുറത്തേക്ക് തന്നെ തള്ളി നിൽക്കും. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ ആ ഷെയ്ഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടി നിൽക്കും. കൊള്ളാം. നോക്കിയിട്ട് തീരുമാനിക്കല്ലേ. ഇതില്ലാമ കൂടി പണിക്കലാല്ലേ. Like without this also you can separate. Oh, this is separate. Oh, okay, separate. This piece also separate. We can remove it also, right? Yeah. Without this also you can give it, right? Same. Same model. Only show this. This is only shop piece, no? Show piece. You see show piece. No. I want to see a same bumper without this. Without this. 10 minutes, sir. You come back. ഓക്കെ 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 ശരി. നമ്മുടെ ഫ്രണ്ട് ബമ്പറിൻ്റെ ആ ഒരു തുരുമ്പ് പിടിച്ച ഭാഗമില്ല, അത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് രണ്ടാമത്തെ ഒരു കോട്ട് കൂടി ഒന്ന് അടിക്കണം. അത് വൃത്തിയായി. നമ്മുടെ പഴയ ധാരണം ഇതേപോലെ തന്നെ ആയിരുന്നു. പഴയ ധാറിൻ്റെ നമ്മൾ ബമ്പർ അയച്ചിരുന്നു ഈ ഫ്രണ്ടിലത്തെ ഗ്രില്ല് സെറ്റ് ചെയ്യാൻ വേണ്ടി, ഗ്ലാഡിയേറ്റർ ഗ്രില്ല് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അന്നേരം നമ്മൾ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ച് നമ്മൾ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടാ. പ്രത്യേകിച്ച് ഈ പുള്ളി പറഞ്ഞപ്പം തന്നെ പറഞ്ഞു വാങ്ങിയപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അന്നേരം തന്നെ കുൽക്കി സ്പ്രേ എടുത്ത് കൊണ്ടുവന്ന് എല്ലാം ആദ്യം ഒന്ന് വായി ഒന്ന് ഫുള്ളൊന്ന് പേപ്പർ പിടിച്ച് ഭയങ്കര സപ്പോർട്ടീവ്. ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ നമ്മൾ രണ്ടാമത് ഇങ്ങോട്ടൊക്കെ വരുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അതാണല്ലോ ഒരു വർക്ക്ഷോപ്പിനെ സംബന്ധിച്ചുള്ള വിജയം. താങ്ക്സ് അണ്ണാ. പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബമ്പർ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോക്കാന്ന്. അടിപൊളി. അതിൻ്റെ കേട്ടോ ജസ്റ്റ് എടുത്ത് വെച്ചപ്പം തന്നെ വണ്ടി മാറി. സൂപ്പർ സൂപ്പർ. ഇതിപ്പം ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ തരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ 2 ഡീഷാക്കിൾ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഒരു ഫ്ലാഗ് റോഡിനുള്ളൊരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെറ്റ്
ഇനിയിപ്പം നമ്മുടെ ബമ്പർ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ 2 വണ്ടിയുടെ പണി ഒരേ സമയം നടക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വീഡിയോ എടുക്കണം. ബമ്പർ ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താട്ടോ. ഇവിടെ നട്ട് ബോൾട്ട് ഇട്ട് ഇത് ഫിക്സ് ചെയ്യും. നമ്മുടെ ഷാസിയിലേക്കാണ് ഇതിൻ്റെ പിന്നെ നെറ്റ് ബോൾട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഫ്രണ്ടിലത്തെ ബമ്പർ നല്ല സ്ട്രോങ് ആയിരിക്കും, അനങ്ങൂല. ഒരിക്കൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്ത് അവിടെ തന്നെ. അപ്പോൾ നമ്മൾ ബിഞ്ച് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ബമ്പറാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോൾ നമുക്ക് ബിഞ്ച് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള സ്പേസ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ നെറ്റ് ബോൾട്ട് നമ്മുടെ പഴയ ബമ്പർ പിടിപ്പിച്ച് അതേ ആ പിന്നെ ബ്രാക്കറ്റിലേക്ക് തന്നെയാണ്. നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ ഷാസിയിലേക്കും ഈ കാണുന്ന നമ്മുടെ പഴയ ബമ്പറിൻ്റെ ബ്രാക്കറ്റിലേക്കും നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യും. ആ ഇത് കണ്ടതാ, ഈ ഒരു കാണുന്ന ഈ ഒരു പോർഷൻ ഷാസിയിലേക്കും ഇതും ഷാസിയിലേക്ക്, ഈ രണ്ടും ഷാസിയിലേക്ക് തന്നെയാണ് ബോൾട്ടൺ ആവുന്നത്. അപ്പോൾ നല്ല പിടുത്തമായി. അപ്പോൾ ബമ്പർ തൂങ്ങിപ്പോകുന്ന പ്രശ്നം അങ്ങനൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അടുത്തത് നമ്മുടെ അനീഷേട്ടൻ്റെ വണ്ടിയുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം വിട്ട് വേണം, കാരണം നമ്മുടെ സ്കിഡ് പ്ലേറ്റ് അഴിച്ചു. ഫ്രണ്ടിൽ കമ്പനിയിൽ തന്നെ വരുന്നൊരു സ്കിഡ് പ്ലേറ്റ് ഉണ്ട്, അത് അഴിച്ച് മാറ്റിയിട്ട് ഇനി നമ്മുടെ മെറ്റലിൻ്റെ സ്കിഡ് പ്ലേറ്റ് മുതലിവിടെ വന്ന് അവിടെ അങ്ങോട്ട് ഫുള്ളായിട്ട് അണ്ടർ ബോഡി ഗാർഡ് പോകും. അണ്ടർ ബോഡി ഗാർഡ് നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു നല്ലൊരു ഭാഗം നമുക്ക് കവറായി കിട്ടും കേട്ടോ. ഈ ഒരു പോർഷൻ കവറായിട്ട് ഈ ഒരു കാണുന്ന ഒരു ക്രോസ് ബാർ പോലത്തെ വേണ്ടല്ലേ, ഇതിനെ കവർ ചെയ്ത് ഒരു പകുതി വരെ പോകും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഡെഫ് ടാങ്കിൻ്റെ ഗാർഡ് അങ്ങോട്ട് വരും ആ ഒരു ഭാഗത്ത്. ഇതിങ്ങനെ ഇവിടെ വന്നിട്ട് ഇത് റൈറ്റിലേക്ക്, കാരണം ഇതിൻ്റെ കംപ്ലീറ്റ് യൂണിറ്റ് ഉള്ളത് ഈ ഒരു സൈഡിലാണ്. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് ഇതിനെ ഈ ഒരു പോർഷനിലേക്കാണ് കവർ ചെയ്ത് പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൗസിങ്ങിൻ്റെ ബാക്കിലേക്ക് ഡെഫിൻ്റെ ഗാർഡും കാര്യങ്ങളും അതൊക്കെ വരും. വണ്ടി നീറ്റാണ്, അടിയിൽ വേറെ തുരുമ്പോ തട്ടലോ മുട്ടലോ കാര്യങ്ങളൊന്നുമില്ല. ബമ്പറിൻ്റെ വർക്ക് കഴിഞ്ഞു, കംപ്ലീറ്റ്ലി ഫിറ്റാക്കി. അപ്പോൾ നമ്മുടെ ക്യാമറ മാത്രം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഫ്രണ്ട് ക്യാമറ വെക്കാൻ ഒരു സ്ഥലമില്ല, അതുകൊണ്ട് അത് ഇനി നാട്ടിൽ പോയതിന് ശേഷം മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്ത് എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെയുള്ള ഇനിയിപ്പോൾ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യലാണ്. അപ്പോൾ നമ്പർ പ്ലേറ്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുണ്ട്, ഈ ഒരു കാണുന്ന ക്ലാമ്പ്, ഈ ക്ലാമ്പ് ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെയായിട്ട് നമ്മൾ നമ്പർ പ്ലേറ്റ് വരിക അല്ലേ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ക്ലാമ്പില്ലതാ, ഈ ഒരു ക്ലാമ്പ് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്കാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് സെറ്റാവും. അതാകുമ്പോൾ നമ്മുടെ താഴെയുള്ള പ്രാഡിൻ്റെ ബ്രാൻഡിങ് നമുക്ക് മറിഞ്ഞു പോകില്ല. സാധാരണ ആൾക്കാർ അവിടെയാണ് ഫിക്സ് ചെയ്യില്ല. അപ്പോൾ ഞാനത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ഞാനൊരു ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ സെറ്റ് ചെയ്തതാണ്. ഈ ഒരു കാണുന്ന ഹോളും ആ ഒരു കാണുന്ന ഹോളിലേക്ക് ഈ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ട് നമ്പർ പ്ലേറ്റ് കുറച്ച് പൊന്തിയിട്ട് ഇതിനകത്ത് തന്നെ നിൽക്കുന്ന രീതിയിൽ. അതാകുമ്പോൾ നമ്മുടെ ഈ പ്രാഡിൻ്റെ ഇത് കണ്ടോ, ഈ ഒരു ബ്രാൻഡിങ് നമുക്ക് പോകില്ല. അപ്പോൾ സാധാരണ ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഇവിടെയായിട്ടാണ് ഫിക്സ് ചെയ്യുക. അതുപോലെ ആ പ്രാഡിൻ്റെ ബ്രാൻഡിങ് പോയി. ഇതിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും ഇങ്ങനെ. പിന്നെ വരുമ്പം ഒരു കാണാനൊരു ഭംഗിയായി നമ്മുടെ ആ പ്രാഡിൻ്റെ ബ്രാൻഡിങ് നമുക്ക് നഷ്ടപ്പെടുകയില്ല. അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയും ഓരോ ഡി ഷാക്കിളും സെറ്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും റിക്കവറിയോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ നമുക്കത് യൂസ് ആവും. അതിന് വേണ്ടിയിട്ട് ഇനി ഒരു ഡി ഷാക്കിളും നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ ഒരു ഫ്ലാഗ് റോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ നമുക്കൊരു ഫ്ലാഗ് റോഡ് കൂടി സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഒരു 4 ഫീറ്റിൻ്റെ ഫ്ലാഗ് റോഡ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ആൻറ്റിനെ നമുക്ക് ഇവിടെ എടുത്ത് ഒഴിവാക്കാം. അപ്പോൾ വണ്ടി മൊത്തത്തിലൊന്ന് മാറി. ഇനിയിപ്പം അതുപോലെ എല്ലാം രണ്ടും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ഞാൻ 2 വണ്ടി ഒരേ സമയത്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ അനീഷേട്ടൻ്റെ വണ്ടിയുടെ ഇപ്പോഴത്തെ പ്രോഗ്രസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ ബോഡിക്കുള്ള ക്ലാമ്പ്, ഫസ്റ്റ് ക്ലാമ്പ് ഇവിടെ സെറ്റ് ചെയ്തു. ഒന്നിവിടെയും സ്കിഡ് പ്ലേറ്റ് അയച്ചതിന് ശേഷം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ ഒരു നമ്മുടെ ഫുൾ മെറ്റലിൻ്റെ സ്കിഡ് പ്ലേറ്റ് വരും. അത് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഏകദേശം ഒരു 3 പോർഷനായിട്ടാണ് വരിക. ഏകദേശം ഇവിടം വരെ
3 പോർഷൻ വരും. പിന്നെ ഇത് ഡീസൽ ടാങ്കിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ഗാർഡൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ അവൈലബിൾ ആണെങ്കിൽ ഇതിനൊരു ഗാർഡ് കൂടി സെറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഗാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെഫിൻ്റെ ഗാർഡ്. ഇതാണ് നമ്മുടെ ഡെഫിൻ്റെ വരുന്ന ടാങ്ക്. അതായത് നമ്മുടെ 3 ഡോർ താറിനും റോക്സിനും ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇത് ഓഫ് റോഡ് പോകുന്ന സമയത്ത് അടിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ വലിയൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനൊരു ഗാർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല. എത്രയാണ് ചേട്ടാ? മോർ ദാൻ 50. ഓ, 50,000 രൂപയ്ക്ക് മേലെയാവുമല്ലോ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. പൊട്ടിക്ക് ഒരിക്കലും മാറ്റിയില്ല. ഒരു തവണ ഈ വണ്ടിയുടെ മാറ്റിയിട്ടാണ്. ഇൻഷുറൻസ് കവറേജും ഇല്ല. ഓ ഇല്ല. ഓക്കെ. അപ്പോൾ ഇതിന് ഇൻഷുറൻസ് കവറേജും ഇല്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭാഗം തിരിഞ്ഞ് നോക്കണ്ട. അപ്പം സെറ്റ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടി ഒന്ന് നമുക്കൊന്ന് വാഷ് ചെയ്യണം. അതിപ്പോൾ ഇവർ ഇവിടുന്ന് തന്നെ നമുക്ക് പ്രഷർ വാഷ് വെച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഗാർഡ് സെറ്റ് ചെയ്യും. അപ്പോൾ ഗാർഡ് സെറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ക്ലാമ്പ് സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം ഇനി വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിൻ്റെ മേലെ നിറക്കുകയാണ്. അത് നമുക്ക് ഇവിടെ തന്നെ, സാധാരണ ഇവിടെ അടുത്തൊന്നും കാർ വാഷിംഗ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇവിടെ തന്നെ പ്രാഡിൽ തന്നെയുള്ള വാഷർ ഉപയോഗിച്ചിട്ട് വണ്ടിയുടെ അടി വൃത്തിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ റാമ്പിൽ കയറ്റി നമ്മുടെ ഗാർഡ് സെറ്റ് ചെയ്യും. നമ്മളെ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തു. അതായത് അവരുടെ പ്രഷർ വാഷർ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് വണ്ടി ഒന്ന് മൊത്തത്തിലൊന്ന് വാഷ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് സെറ്റായി കിട്ടിയാൽ വണ്ടി ഒന്ന് വൃത്തിയായി. കാരണം ഇതിൻ്റെ പിന്നെ താഴെ വരുന്ന ഭാഗം ഒന്ന് വൃത്തിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ, കാരണം പിന്നീട് നമ്മൾ ചെയ്യൂല. വാഷിംഗ് അവിടെ നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയുടെ അണ്ടർ ബോഡി ഫിറ്റിങ് കാണാം. ഇവിടെ ലേസർ കട്ടിങ്ങിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഇവരോട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ ഇവർ ഈ എടുത്തെടുത്ത് വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോക്സിനും ജിമ്നിക്കൊക്കെ വരുന്ന ലാഡറില്ലേ, സൈഡ് ലാഡർ, ആ ലാഡറിൻ്റെ സ്റ്റെപ്പാണ് ഈ കാണുന്നത് കേട്ടോ. ലാഡറിൻ്റെ സ്റ്റെപ്പ്. പക്ഷെ എന്താ അല്ലേ, ഇത് വലിയൊരു പ്ലേറ്റ് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വന്നതാണ്. പല സാധനങ്ങൾ കട്ടാകുന്നുണ്ട് ഇതിനകത്ത്. കണ്ടോ, എവിടെയൊക്കെ വേറെ പല സാധനങ്ങളും കട്ടാകുന്നുണ്ട്. അതിനകത്ത് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കാണുന്നത് മുഴുവൻ സ്റ്റെപ്പിൻ്റെ ഓരോ പടികളാണ്. ലാഡറിൻ്റെ ഓരോരോ പടികളാണ് ഈ ഒരു പോർഷൻ. അതിൽ കട്ടിയ ശേഷം അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് വെക്കുകയാണ്. എന്താ അല്ലേ, എത്ര പെട്ടെന്ന പരിപാടി. ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരുതപ്പെട്ട കാര്യങ്ങളൊക്കെ ആയി. ഓഫ് റോഡ് വണ്ടികൾക്കുള്ള പല സാധനങ്ങൾക്കുള്ളതുമായി. നല്ല കോസ്റ്റാണ്. ഏകദേശം 80 ലാഖിനടുത്തെങ്ങാനും ഈ ഒരു മെഷീന് വരുന്നതാണ് അവർ പറഞ്ഞത്. ഞാനിവിടെ കണ്ടത് ഈ ഒരു മെഷീൻ കേട്ടോ. ഇതിനൊരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ മെഷീൻ സെൻറ്ററോ അങ്ങനെ ഒരു പറഞ്ഞത്, BMC. ഈ കാണുന്നത് നമ്മുടെ സ്പേസർ ഉണ്ടാക്കുന്ന കേട്ടോ. ഇതവിടെ സ്പേസർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരോ സ്പേസർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട്. ഇതാ സ്പേസർ. ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് ഇപ്പം നിങ്ങളിപ്പം കണ്ടത്. ഈ കാണുന്ന മെഷീനറിയിലൂടെ ഉണ്ടാക്കുന്നത് ഈ സ്പേസർ ഉണ്ടാക്കുന്നതാണ്. ഇത് നമുക്കൊരു കൗതുകമായി. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ ഒരു സംഭവം. സ്പേസർ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിൽ വരുന്നു വാങ്ങുന്നു അല്ലാതെ ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടോ, അതാ അങ്ങനെ 2 സ്പേസർ ഉണ്ടാക്കി. കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഹോൾസ് എടുക്കുന്നതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഫിനിഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടി കഴിഞ്ഞാൽ ഇത് സാധനം പുറത്തേക്ക് എടുക്കാം. നമ്മുടെ ഈ ഒരു പ്രോസസ്സിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ യൂണിറ്റ് ഇതാ ഇവിടെയാണ്. ഇതിലാണ് കംപ്ലീറ്റ് അവർ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നത്, സ്പീഡ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇതുകൊണ്ടതാ ഇപ്പം നടക്കുന്ന ആ പ്രോസസ്സിൻ്റെ ലൈവായിട്ടുള്ള അപ്ഡേറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എത്ര കട്ടിങ് കഴിഞ്ഞു, അതിൻ്റെ ഫിനിഷിങ് എത്രയായി, കംപ്ലീറ്റ് സ്റ്റേറ്റസും കണ്ടോ ഇവിടെ നമുക്ക് കാണാം. ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇവർക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. കാരണം ഇതിൻ്റെ എത്രയാണ് ഇതിൻ്റെ ഡയ ഒക്കെ ഉള്ളത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നമ്മളെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് അനീഷേട്ടൻ്റെ വണ്ടിയുടെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു. ഒരു മൈൽഡ് വാഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എയറൊക്കെ അടിച്ച് വെള്ളമൊക്കെ ഒന്ന് പോക്കിയിട്ട് നമ്മുടെ
ഗാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇവിടെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഏകദേശം അലൈൻമെൻ്റ് ആക്കിയിട്ടുണ്ട്. ഉണ്ടോ? ഈ കാണുന്ന ക്ലാമ്പ്, ആ ബാക്കിൽ കാണുന്ന 2 ക്ലാമ്പ് അവിടെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അതിന് കണക്കായിട്ട് മാർക്ക് ചെയ്ത് നമ്പർ പ്ലേറ്റിൽ ഓരോ ഹോൾ എടുക്കുക, അവിടെ നെറ്റും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യാം. കഴിഞ്ഞു. ഈ ഹോളും കാര്യങ്ങളും നമുക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെല്ലാം ഓൾറെഡി അവർ ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വിഞ്ച് വെക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. അതെന്തായാലും നമുക്ക് നോക്കണം അതിനെങ്ങനെ നമുക്ക് വിഞ്ചിനെ ഈ ഹോളിന് കണക്കാക്കി നിർത്താം. അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളിങ്ങനെ നടക്കുന്നത്. നമുക്ക് നമ്മുടെ സ്പേസർ എന്തായിട്ട് നോക്കാം. നമ്മുടെ സ്പേസറിൻ്റെ കട്ടിങ് ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് എടുക്കാനായി തോന്നുന്നു. നമുക്ക് അതൊന്ന് നോക്കാം. ഓ, റൈറ്റ് ടൈമിൽ നമ്മൾ വന്നത്. എല്ലാം കഴിഞ്ഞും തോന്നുന്നു. വീണ്ടും വരുന്നുണ്ടല്ലോ. ഇനി എപ്പോഴാണ് കഴിയുക? അതൊന്ന് പുറത്തെടുക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഒന്ന് കാണാമല്ലോ. നമുക്ക് ഇവിടെ ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും അത് ആ കട്ടിങ് കഴിഞ്ഞപാട് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സും കഴിഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റാണ് ഒരെണ്ണം ചെയ്യാനുള്ള സമയം. അപ്പോൾ ചെയ്തതിന് ശേഷം എയർ അടിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട വർക്കിൻ്റെ സാധനമാണ് കേട്ടോ. കംപ്ലീറ്റ് കഴിഞ്ഞ് ഇതാ ഫുൾ സെറ്റ്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഇങ്ങനത്തെ ചെയ്യാൻ വേണ്ടി, അതായത് ഇങ്ങനത്തെ ഇപ്പം ഇങ്ങനത്തെ ഒരു പീസ് ചെയ്യാൻ 30 മിനിറ്റാണ് അവർ സിസ്റ്റത്തിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ കഴിഞ്ഞ് ഫസ്റ്റ് നമ്മുടെ സ്കിറ്റ് പ്ലേറ്റ് സെറ്റാക്കിയിട്ടുണ്ട് വണ്ടീൻ്റെ. നമ്മുടെ ഈ പഴയ താറും അതുപോലെ തന്നെ ഈ പുതിയ താറും നമ്മളുടെ ഈ ഒരു വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ കേട്ടോ. നമ്മുടെ ഈ പഴയ താറിന് ഇതൊക്കെ നമുക്കിങ്ങനെ പുറത്ത് കുറച്ച് ബൾജ് ചെയ്തിട്ട് കാണും. പക്ഷേ ഇതിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതില്ല. അതായത് കറക്റ്റ് ആ കട്ടിങ്ങിന് കണക്കായിട്ട് അവരത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എടുത്തു വെച്ച പോലെ നമുക്ക് തോന്നില്ല. വണ്ടിയോട് അങ്ങനെ ചേർന്ന് നിൽക്കും. നമ്മുടെ പ്രാഡിൻ്റെ ബാഡ്ജിങ് കാണാൻ കൂടെ. അപ്പോൾ ഇതിപ്പം ഒരു 3 പോർഷനായിട്ടാണ് വരും കേട്ടോ. ഒരു പോർഷൻ ഇതാ ഇവിടെ കഴിഞ്ഞു, ഒരു പോർഷൻ ഇത് സ്കിറ്റ് പ്ലേറ്റ് മാത്രം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇനി ഒരു പോർഷൻ നമുക്കിത് ആ ഫസ്റ്റ് ക്രോസ് ബാർ വരെ ഒരു പോർഷൻ വരും. അവിടുന്ന് ബാക്കിലേക്ക് ഒരു പോർഷൻ വരും. അങ്ങനെ 3 പോർഷനായിട്ടാണ് നമ്മുടെ അണ്ടർ ബോഡി ഗാർഡ് വരിക. ഞാനിപ്പോൾ നമ്മുടെ പ്രാഡിൻ്റെ സ്റ്റോക്ക് റൂമിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല, എന്തെല്ലാം ഐറ്റംസ് ഉള്ളതെന്നറിയാം. ഇവിടെ ഇപ്പോൾ വെച്ചിട്ട് നമ്മുടെ ഒരുതപ്പെട്ട ഓഫ് റോഡ് വണ്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് അണ്ടർ ബോഡി ഗാർഡ്, ടാൻഡം കാരിയർ, ഫ്രണ്ട് ഓഫ് റോഡ് ബമ്പർ, റിയർ ഓഫ് റോഡ് ബമ്പർ, പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡേഴ്സ്, ബാക്കിൽ നമ്മുടെ സ്റ്റെപ്പിനി ടയറിന് വരുന്ന ഷാക്കിളുകൾ, ഡി ഷാക്കിള്, പിന്നെ എന്താ വേണ്ടത് നമുക്ക് എല്ലാ സാധനങ്ങളും, ഡോർ സ്റ്റെപ്പ് ഹിഞ്ച്, അങ്ങനെ സകല സാധനങ്ങളും ഇവിടെ റെഡിലി അവൈലബിൾ ആട്ടോ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ അഗെയിൻസ്റ്റ് ഓർഡറാണ്. പിന്നെ ഇതാ ഇവിടെ ഇപ്പം ഇവരുടെ ആളുകൾ ഓരോരോ വണ്ടികളുടെ ഓരോരോ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പല സ്ഥലങ്ങളിലേക്ക് അയക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം എന്താ ഓരോന്നോരോന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലും വർത്തായി ഇവിടെ വന്നത്. നമുക്ക് ഇവിടെ വരുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് പോകാം. ഇവർക്ക് അറിയാം ഇത് എങ്ങനെയാണ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഓൾട്രേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ എല്ലാ ടൂൾസും
റെഡ്ലി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോക്ക് റൂമിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ബാക്കി വണ്ടികൾക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയായി എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏകദേശം ഒരു 10-12 മണിയായി നമ്മളിവിടെ എത്തിയിട്ട്. ഇപ്പോൾ ഒരു 12 മണി ആവാനായി. നമ്മുടെ താറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു, നമ്മുടെ CRDൻ്റെ പണിയെല്ലാം കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനീഷേട്ടൻ്റെ വണ്ടിയുടെ അണ്ടർ ബോഡി ഗാർഡ് ഒന്ന് ഫൈനലാക്കണം. അപ്പോൾ അതിൽ നമുക്ക് ഫ്രണ്ട് പോർഷനായി. ഇനി ബാക്കിൽ നമ്മൾ ഡെഫിൻ്റെ ഗാർഡ് പിന്നെ പൗഡർ കോട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കുമെന്നാണ് പറഞ്ഞ്. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ അനീഷേട്ടൻ്റെ വണ്ടി അങ്ങനെ ലിഫ്റ്റ് തന്നെയുണ്ട്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി ഉണ്ടോ. ഈ ഒരു ഫസ്റ്റ് പോർഷനും അതുപോലെ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തതും മൂന്നാമത്തതും പോർഷൻ ഇവിടം വരെ കംപ്ലീറ്റ് ആയി. ഇത്രയും ഭാഗം ഒന്നും നോക്കണ്ട. ഇനിയിപ്പോൾ ഉള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിൻ്റെ ഗാർഡ് നമുക്ക് റെഡ്ലി അവൈലബിൾ ഇല്ല. ഇനിയിപ്പോൾ ഇത് എഗെയിൻസ്റ്റ് ഓർഡറാണ്. അപ്പോൾ ഇതിനി ഓർഡർ കൊടുക്കണം. പിന്നെ നമ്മളതാ ഡെഫിൻ്റെ ടാങ്ക്. അപ്പോൾ ഇതിനിയിപ്പം ഒരു മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനീഷേട്ടൻ്റെ വർക്കുകളായി. പിന്നെ നമ്മൾ അനീഷേട്ടൻ്റെ വണ്ടിക്ക് ഈ ഒരു ടൈപ്പ് ബമ്പറിനെ കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു കാണാൻ ചക്കാടമില്ല, ഈ ഒരു ടൈപ്പ് സാധനം നമുക്ക് വണ്ടിക്ക് വേണ്ട. പക്ഷേ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ ഈ ബമ്പർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതില്ലാതെ കിട്ടുമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു ബ്രാൻഡിൻ്റെ ബമ്പർ നമുക്ക് ഈ വണ്ടിക്ക് സെറ്റ് ചെയ്യണം. അഞ്ചേട്ടാ അപ്പം ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ ബാക്കിലത്തെ ഡെഫിൻ്റെ? അതന്നെ, അതുകൂടി മാറ്റി കഴിഞ്ഞാൽ അതങ്ങായില്ലേ. പഴയ താറും പുതിയ താറും നമ്മൾ വ്യത്യാസം കണ്ട. ഈ ബാലൻസിങ് ബാർ ഈ സാധനം നമ്മുടെ CRDക്ക് ഇല്ല. അതില്ലാത്തതുകൊണ്ടാണ് വണ്ടി നമുക്ക് ബാക്കിലെ കംഫർട്ട് കുറയുന്നത്. വണ്ടി വലിഞ്ഞു കളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു കളിക്കും വണ്ടി. അപ്പോൾ ഓരോ കണ്ടില്ലേ, ഓരോരോ ജനറേഷൻ മാറുമ്പോൾ വണ്ടിക്ക് വരുന്ന ഓരോരോ അപ്ഡേറ്റ് ആണ്. ഇതുണ്ട്, ഇതുപോലെ ഇതെല്ലാം കണ്ടോ. ഇതെല്ലാം നമ്മുടെ ആ ഒരു വലച്ചിലിനെ സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ ഓരോ ജനറേഷൻ കഴിയും. ഇപ്പോൾ താർ റോക്സിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ ഈ മാറ്റമൊക്കെ ഉണ്ടാവും. കംപ്ലീറ്റ് ഓരോ ജനറേഷൻ വരുമ്പോഴുള്ള മാറ്റം ഓരോരോ ഫോൾട്ട് മനസ്സിലാകുമ്പോൾ അതിനനുസരിച്ചിട്ട് അവരത് പരിഹരിച്ച് കൊണ്ടുവരും. അതന്നെ സെറ്റ് ചെയ്ത് സൈലൻസറിനൊന്നും പിന്നെ നമുക്ക് ഇതിന് വേണം. നമുക്കൊരു റസ്റ്റ് പ്രൂഫിൻ്റെ അതടിക്കാം അല്ലേ, റസ്റ്റ് പ്രൂഫിൻ്റെ വൈറ്റ്, മറ്റേ വൈറ്റ് അടിച്ചിരുന്നോ? ഓ കോട്ടിങ് അടിച്ചിന്. ഇല്ല, ഇതിന് സെപ്പറേറ്റ് ഉണ്ട്. സൈലൻസറിന് മാത്രം സെപ്പറേറ്റ് വരുന്നുണ്ട്. അതൊരു അലുമിനിയം ഫോയിൽ പോലെ വരും ആണല്ലേ. ഇത് സൈലൻസറിൻ്റെ കൂടെ നമുക്ക് ചെയ്യാം. അതാകുമ്പോൾ നല്ലതാണ്. അതാകുമ്പോൾ പിന്നെ ഇതിൻ്റെ റെസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ല, ഇത് ഫുൾ കഴുകും. ഇത് കംപ്ലീറ്റ് അവരുടെ തന്നെ സ്പെഷ്യൽ വാഷ് ഉണ്ട്. ഞാനിപ്പോൾ എന്തായാലും CRD ചെയ്യുന്നുണ്ട്. നാട്ടിൽ നമുക്ക് സാൻഡ് പ്ലാസ്റ്ററിങ് തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി. ഞാനിപ്പോൾ എന്തായാലും നാട്ടിൽ തന്നെ ചെയ്യാൻ വെച്ചിട്ടുള്ളത്. നാട്ടിലൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ വേണം നമുക്ക് ഒരുമിച്ചാക്കാം. അതാകുമ്പോൾ 2 വണ്ടിക്ക് ഒരേപോലെ സെറ്റാക്കി നമുക്ക് തീർക്കാമല്ലോ. നമ്മൾ നേരത്തെ നമ്മുടെ ലേസർ കട്ടിങ് മെഷീനിൽ പിന്നെ ലാഡറിൻ്റെ സ്റ്റെപ്പ് ഉണ്ടാക്കുന്ന കണ്ടില്ലേ? ഉണ്ടാക്കിയ സ്റ്റെപ്പ് ലാഡറാക്കി മാറ്റുന്ന പരിപാടി കേട്ടോ. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ XPDR ഉണ്ടാക്കി വെച്ചതാ. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ കണ്ടത്. ഇതിൻ്റെ ഓരോ കോമ്പണൻസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വണ്ടിക്ക് സെറ്റ് ചെയ്യുന്നു അല്ലേ? നമ്മൾ ഈ കാണുന്നത് ഇതൊരു നാഷണൽ ജോഗ്രഫിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ വണ്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വണ്ടിക്ക് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സാധനം. ഇതാണിപ്പോൾ നമ്മളവിടെ കണ്ടത്. ഈ സെയിം സാധനമാണ് നമ്മളിപ്പോൾ നേരത്തെ ഈ കാണുന്ന ലേസർ കട്ടിങ് മെഷീനിൽ കട്ട് ചെയ്തിട്ട് ഓരോരോ പീസ് എടുത്ത് വെച്ചത് കണ്ടത്. ഒരു ടയർ കാരിയർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ടുവന്ന് കയറ്റതാണ്. ഫുള്ള് ബെഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിയിൽ. ഫുൾ സജ്ജീകരണത്തോടെ വണ്ടിയാണ്. കാരണം ക്യാമ്പ് ചെയ്യുന്ന വണ്ടിയാണ്. എപ്പോഴും ഫോറസ്റ്റിലാണ് ഉണ്ടാവുകയെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഞാൻ നമ്മുടെ ബാക്കിലത്തെ ഷാക്കിലൂടെ മാറ്റിയാലോ, കുറച്ച് ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ഷാക്കിൾ 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്താലോ നോക്കുന്നുണ്ട്. അത് കിട്ടുവാണെങ്കിൽ അതുകൂടി ചെയ്യണമെന്നുണ്ട്. അതുകൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ. നമ്മളിപ്പോൾ വെറുതെ ഭക്ഷണം കഴിച്ച് തിരിച്ച് പ്രാറ്റിലേക്ക് വന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇനിയൊരു വണ്ടിയുടെ കിടക്കുന്നത് എന്താ സാധനം ഒരു പിടിയിട്ട്? ഇത് ബൈക്കാണോ അതല്ല വേറെ വല്ല സംവിധാനമാണോ അല്ലേ? അനീഷേട്ടനാണ് ഇത് കാണിച്ചു തന്നത്. അനീഷേട്ടൻ ഒരു വണ്ടി കാണിച്ചതെന്ന് പറഞ്ഞിട്ട് എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നോക്കുമ്പോൾ കാണുന്ന കാഴ്ചതാ ഈ സാധനമാണ് കിട്ടിയുള്ളത്. മറ്റേ നമ്മുടെ എന്താണ് അതിൻ്റെ പേരെന്താ, ഒരു സിനിമയില്ലേ, ഒരു ഇംഗ്ലീഷ് സിനിമ, എന്താണ് ഗോസ്റ്റ് റൈഡറിൽ അവൻ്റെയൊക്കെ വണ്ടി പോലെ സീറ്റൊക്കെ നോക്കണം, പലക അല്ലേ, ഹെഡ് റെസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല. അതുപോലെ AC വെൻ്റൊക്കെ ഉണ്ട് വണ്ടിയിൽ. ഒരു രക്ഷയില്ലാത്ത വണ്ടി കേട്ടാ.
AC വെൻ്റ് അതിൻ്റെ കണ്ടൻസറൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ. എന്തൊക്കെയോ ഉണ്ട് ഈ വണ്ടിക്കകത്ത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്തോ ഇത് വല്ല സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയ പോലെ ഉണ്ട് കാണുമ്പോൾ. ചിലപ്പോൾ തെലുങ്ക് സിനിമയിൽ ബാലയൊക്കെ വേണ്ടി അങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കിയ വണ്ടി അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. ഒരു രക്ഷയില്ല. അത് സത്യം. ഇതൊക്കെ ഒരു കൗതുകം. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കാഴ്ചയിൽ ഇങ്ങനത്തെ ഒരു വണ്ടി കാണാൻ പറ്റുന്നൊക്കെ എന്തൊക്കെയോ സംവിധാനങ്ങളുണ്ട് എന്നൊരു പിടുത്തമില്ല. എന്തൊക്കെയോ കാണുന്നുണ്ട് അതിനുള്ളിൽ. മൊത്തത്തിൽ ഇതാണ് വണ്ടിയുടെ കോലം. എന്തായാലും കൊള്ളാം അല്ലേ. നമ്മുടെ 3 ഡോറിൻ്റെ സാധനം ഇപ്പം വന്നിട്ടില്ല. ഒരു ചെറിയ ഡിലേ ഉണ്ടല്ലേ. നമ്മൾ വന്നിട്ട് ഇപ്പോൾ എത്രയായി? ഒരു 3-4 മണിക്കൂറായി. പെയിൻറ്റിങ് കഴിഞ്ഞു, പൗഡർ കോട്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും വന്നിട്ടില്ല. നമ്മളെ മറ്റേ താറിൻ്റെ CRDയുടെ പണി കഴിഞ്ഞു. 3 ഡോറിൻ്റെ ഇറക്കൊന്ന് ഫ്രണ്ടിലത്തെ മൊത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ ഉള്ളത് ബാക്കിൽ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുകൂടി കഴിയാൻ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അതിനും വെയിറ്റ് ചെയ്യണേ. നമ്മൾ നേരെ വെയിറ്റിംഗ് റൂമിലേക്ക് വന്നിട്ട് അവിടെ ഇരിക്കാം. നമ്മളെ സ്റ്റിക്കറൊക്കെ കിട്ടി. പ്രാഡിൻ്റെ സ്റ്റിക്കറൊക്കെ കിട്ടി നമുക്കല്ലേ. പ്രാഡിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ആ സൈഡിൽ നമ്മൾ ഒട്ടിച്ച് നമ്മൾ പ്രാഡിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ആയി. എല്ലാവരും ഭക്ഷണം കഴിക്കാണ്ടി പോരുള്ളൂ. ഫുള്ള് കാലിയാണ്. ആരുമില്ല ഇപ്പോൾ ഇതിനുള്ളിൽ. കംപ്ലീറ്റ് കാലി. ഇനി എല്ലാവരും ഭക്ഷണം കഴിച്ച് വന്നിട്ട് വേണം നമ്മുടെ വണ്ടീൻ്റെ ഗാർഡും കാര്യങ്ങളെല്ലാം തീർത്ത് ഇറങ്ങാൻ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ പ്രാഡിൻ്റെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് വന്നിട്ടാണുള്ളത്. ഇവിടെ ഇവരുടെ ഓഫീസും സെറ്റപ്പൊക്കെയാണ്. ഈ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഓരോ യൂണിറ്റുകളാണ്. ഇതിപ്പോൾ നമ്മുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം ഇരിക്കുന്നത്, അതുപോലെ ഡിസൈനിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ടീം, പിന്നെ ഇവരുടെ കോൺഫറൻസ് റൂം, അക്കൗണ്ട്സ്, അങ്ങനെ ഓരോ ടീമുകൾ ഇപ്പോൾ ഇതിൻ്റെ മേലെയാണ് ഉള്ളത്. ഇതിലിപ്പോൾ എവിടെ ഇരിക്കുമല്ലേ? കോൺഫറൻസ് റൂം ആയിരിക്കും അല്ലേ? നോക്കാം. കോൺഫറൻസാ? ഓക്കെ. അപ്പോൾ ഇതിനുള്ളതല്ല. ഇതെവിടെ ഇരിക്കുക? അപ്പോൾ ഒരു പിടിയില്ലല്ലോ. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഡഫിൻ്റെ ഗാർഡ് വന്നു. അപ്പോൾ നമ്മൾ ഡഫിൻ്റെ ഗാർഡ് സെറ്റ് ചെയ്തു. അതായത് ഇതിൽ കണ്ട ചെറിയൊരു മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ വന്ന സ്കിഡ് പ്ലേറ്റിൻ്റെയും അതുപോലെ 3 ലെയർ ഗാർഡിൻ്റെയും കട്ടി ഇതിനില്ല. അത്രയും കട്ടിയില്ല. പക്ഷേ നമുക്ക് ആവശ്യമില്ല. അത്രയും കട്ടിയുടെ ആവശ്യം ഇതിനില്ല. കാരണം വെയിറ്റ് വെറുതെ കൂട്ടുണ്ടല്ലോ വണ്ടിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് കുറവ് കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ ആൾ നല്ല സ്ട്രോങ് ആണ്. അനങ്ങില്ല ഈ സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് പ്രോപ്പർ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ബാക്കിൽ പ്രാഡിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ലുക്കായിട്ടുണ്ട്. ബാക്കിൽ നിന്നൊക്കെ കാണുമ്പോൾ നല്ല ലുക്കുമാണ്. നമ്മുടെ ആവശ്യം നടക്കുകയും ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഇത് കണ്ട ഈ ഒരു ബോൾട്ട് അതുപോലെ തന്നെ ഇതിനകത്തേക്കും മേലെ ഇത്രയും ബോൾട്ടിൻ്റെ മേലെയാണ് ഈ സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡഫിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡീസൽ ടാങ്കിൻ്റെ ഗാർഡും വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ശരിക്കും ആക്ച്വലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്കത് സാധനം കിട്ടി. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആകെ ഒരു ചെറിയൊരു പോരായ്മ എന്താ കണ്ടു വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ഒരു പിടുത്തമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും പിടുത്തമുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് പിടുത്തമില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സാധനം വൈബ്രേറ്റ് ആവുമെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ തോന്നലാണ്. സംഭവിക്കുമോ ഇല്ലയോ എന്നറിയില്ല. ഇവിടെ ഒരു സപ്പോർട്ടില്ല ശരിക്കും. ഇവിടെ ഒരു സപ്പോർട്ടില്ല. പക്ഷെ എന്നാലും വണ്ടിക്ക് അത്യാവശ്യം നല്ല 4 സൈഡിലും സ്ക്രൂവും ഉള്ളതുകൊണ്ട് തന്നെ 8 ബോൾട്ട് ഇട്ട് പിടിച്ചുകൊണ്ട് വൈബ്രേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് എല്ലാം തോന്നുന്നു. അതായത് നമ്മൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന്. കാരണം ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇതിനൊരു സപ്പോർട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത് ആകെ ഇതാണ്. പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ മേലേക്ക് ഇതിന് പിടിപ്പിക്കാനാവില്ല. പിന്നെയുള്ളത് ഈ ഷാഫ്റ്റിൻ്റെ ഇങ്ങോട്ടുള്ള. പക്ഷേ ഇതിപ്പോൾ ഷാഫ്റ്റിലേക്ക് തട്ടും. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരിങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക എന്നാണ് തോന്നുന്നത്. അല്ല ചേട്ടാ, വേറൊരു സപ്പോർട്ട് അല്ലേ? അതെ, സപ്പോർട്ട് കൊടുക്കാൻ വേറൊരു ഓപ്ഷൻ എവിടെയും കാണുന്നില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെ ആക്കുമല്ലേ? അല്ലേ, വേറെ വഴിയില്ല. എന്നാൽ ഓക്കെ ആക്കാം. അതെ, ഫുൾ സപ്പോർട്ടായില്ല. ഇനിയിപ്പോൾ അണ്ടർ ബോഡിയിൽ നമുക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ആകെയുള്ളത് നമ്മുടെ ഈ സൈലൻസർ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കംപ്ലീറ്റ് കവറായി. ഇനി സാധനം നമുക്ക് ബാക്കിയില്ല. എല്ലാ കാര്യങ്ങളും കവറായി. സെറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ വേറൊന്നുമില്ല അല്ലേ? എല്ലാം ഉണ്ടെന്നല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ ബാക്കി ബില്ലിങ് കാലം ചെയ്തിട്ട് ഇറങ്ങാം അല്ലേ? ബില്ലിങ് പോയി നോക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മുടെ മെയിൻ അതാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രാഡ് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി വേറൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോൻ്റെ ഉള്ളടക്കം.
അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള കുറേ വീഡിയോകൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാഡിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്രാഡിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇതൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ഉണ്ടാവുക. എല്ലാവരും പ്രോത്സാഹനം തരുന്നുണ്ട്. കമൻറ്റിലൊക്കെ പല ആൾക്കാരും വീഡിയോനെ പറ്റി അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ആളുകൾ ഷെയർ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ്. ടിൽ ദെൻ